സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു. ആ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. തുള്ളിച്ചാടിക്കൊണ്ടാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പടച്ചവനെ അവിടുന്ന് ചോദിക്കുന്നു, എന്തേ ജാബിറെ നീ തുള്ളിച്ചാടി കൊണ്ടുവരുന്നല്ലോ, എന്തു പറ്റി ഇത്ര സന്തോഷം, എന്തേ ജാബിറെ? ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാ. എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി നബി തങ്ങൾ. ആ സന്തോഷത്തിലാണ് ഞാൻ തുള്ളിച്ചാടി വീട്ടിലേക്ക് കടന്നു വരുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യുദ്ധത്തിന്റെ അമീറാക്കി അവിടുന്ന് തെരഞ്ഞെടുത്തു. ആ സന്തോഷം കൊണ്ടാണ് വീട്ടിലേക്ക് ചാടിക്കൊണ്ട് കടന്നു വന്നത്. പടച്ചവനെ, ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ രണ്ടാമത് ഇസ്ലാമിന്റെ കൊടി പിടിച്ച് യുദ്ധം നയിക്കണേ. രണ്ടാമത്തെ സ്വഹാബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, ജാബിറെ, നീ കൊടി പിടിക്കണേ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വഹാബാ, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂന്ന് പേരോടും പറഞ്ഞു, ഒന്നാമത് നീ ഷഹീദാകും, രണ്ടാമത് നീ ഷഹീദാകും, മൂന്നാമത് നീ ഷഹീദാകും. മൂന്ന് പേരോടും നബി തങ്ങൾ മരണം പറഞ്ഞടോ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തുള്ളിച്ചാടിയിട്ടാണ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. പടച്ചവനെ, മരിക്കുമെന്നുറപ്പാണ്. പിറ്റേ ദിവസം അവിടുന്ന് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. തന്റെ മക്കളെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. ആ സ്വഹാബിക്കറിയാം ഇനി തിരിച്ചു വരില്ലെന്ന്. ആ ജാബിർ തങ്ങൾക്കറിയാം ഇനി ഞാൻ തിരിച്ചു വരില്ലെന്ന്. പടച്ചവനെ, സലാം പറഞ്ഞു ഇറങ്ങുകയാണ്. പടച്ചവനെ, യുദ്ധക്കളത്തിൽ പോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. രണ്ടാമത്തെ സ്വഹാബി ഇസ്ലാമിന്റെ കൊടി പിടിച്ചു, വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് ഇസ്ലാമിന്റെ കൊടിയെടുത്തു. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരാ, ഇടത് കയ്യിൽ കൊടിയും പിടിച്ചുകൊണ്ട് വാട് പിടിച്ചുകൊണ്ട് ഇരണാങ്കണത്തിലേക്ക് ചെല്ലുമ്പോ ഇടത് കൈ അങ്ങ് വെട്ടിമുറിച്ചു. ഇസ്ലാമിന്റെ കൊടി താഴെ വീണു. ജാബിർ റളിയല്ലാഹു തആല അൻഹു വലത് കൈ കൊണ്ട് കൊടിയെടുത്തു, വലത് കൈയും മുറിച്ച് താഴെയിട്ടു. അല്ലാഹുവേ, ഇസ്ലാമിന്റെ കൊടി താഴെ കിടക്കുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹാബത്തൊന്ന് പതറുകയാണ്. മൂന്ന് നേതാക്കന്മാരും മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ, മൂന്നാമത്തെ നേതാവിന്റെ രണ്ട് കൈയും അവിടുന്ന് വെട്ടിമുറിച്ചപ്പോ, സഹാബാ, സ്വർഗം വേണ്ടവരെന്റെ പുറകെ വാ സഹാബാ. ആ താഴെ വീണ കൊടിയെടുത്തിട്ട് അറ്റുപോയ കൈ കൊണ്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിലേക്ക് പാഞ്ഞു പോവുകയാ. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ജാബിർ ഷഹീദായി സഹാബ, എന്റെ ജാബിർ ഷഹീദായി സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാ, ജാബിർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി, ജാബിർ ഷഹീദായി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കുകയാ, ഭാര്യ മരണമറിഞ്ഞിട്ടില്ല, വീട്ടുകാര് മരണമറിഞ്ഞിട്ടില്ല, സഹാബ, ജാബിറിന്റെ
വീട്ടുകാരോട് ചെന്നിട്ട് മരണവാർത്ത പറയുന്നതാരാ? നിങ്ങളിലാരാട് ജാബിറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ തന്റെ മുമ്പിൽ ഇരിക്കുന്ന നൂറുകണക്കിന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ ഒരാൾ പോലും അനങ്ങുന്നില്ലടോ, ഒരാൾ പോലും തയ്യാറാകുന്നില്ല, ഒരാൾ പോലും മിണ്ടുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, സ്വഹാബ ആരാ പോകുന്നത്? എന്റെ ജാബിറിന്റെ കുടുംബത്തോട് മരണവാർത്ത പറയാൻ പോകുന്നതാരാണ്? ഒരാൾ പോലും അനങ്ങുന്നില്ലടോ. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതും ചോദിക്കുകയാണ്, എന്തു പറ്റി സഹാബ? എന്തു പറഞ്ഞാലും ചാടി എഴുന്നേക്കുന്ന സ്വഹാബത്ത് എല്ലാവരും തല താഴ്ത്തിയിരിക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, എന്തു പറ്റി സഹാബ? യാ റസൂലല്ലാഹ്, ധൈര്യമില്ല നബിയേ. ഏത് വീട്ടിൽ പോയി മരണവാർത്ത പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്? ജാബിർ തങ്ങളുടെ വീട്ടിൽ ചെന്ന് മരണവാർത്ത പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. കാരണം എന്തെന്നറിയുമോ? ജാബിർ തങ്ങൾക്ക് 3 ആൺമക്കളാ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളാണ് ജാബിർ തങ്ങൾക്കുള്ളത്. ജാബിർ തങ്ങൾക്കുള്ളത് പഠിച്ചവനെ 3 മക്കളാണ്. അതുമാത്രമല്ല, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയ്ക്ക് 19 വയസ്സാ. പെങ്ങളെ, പ്ലസ് 2 പഠിക്കുന്ന പെണ്ണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പെങ്ങളെ. ജാബിർ തങ്ങളുടെ ഭാര്യയുടെ വയസ്സ് 19 വയസ്സാ. 19 വയസ്സുള്ള 3 മക്കളുടെ ഉമ്മയായ ആ പെണ്ണിനോട് ചെന്നിട്ട് നിന്റെ ഭർത്താവ് മരിച്ചെന്നു പറയാ, ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ, ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, എങ്കിലും നമുക്ക് ഒരുമിച്ച് പോകാം. എല്ലാവരും വാ സഹാബ, മരണം പറയാ പോ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തും അതാ മസ്ജിദുൻ നബവിയിൽ നിന്നിറങ്ങുകയാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് മരണവാർത്ത പറയാൻ പോകുമ്പോ ആ വീട്ടിൽ നടക്കുന്ന രംഗമെന്തെന്നറിയുമോ ചെറുപ്പക്കാരാ, പെങ്ങളെ? ആ വീട്ടിൽ നടക്കുന്ന രംഗമെന്തെന്നറിയുമോ? അതാ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും വരികയാണെന്നറിഞ്ഞപ്പോ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, ആ 19 വയസ്സുകാരി 3 മക്കളെയും കുളിപ്പിച്ച് ഒരുക്കിയിട്ട് നിർത്തിയിരിക്കുകയാ. വാപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ കാണാറ് എയർപോർട്ടിന്റെ മുമ്പിൽ തന്റെ മക്കളെ കൊണ്ട് നിർത്തുന്നത് പോലെ ജാബിർ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ, 3 മക്കളെയും കുളിപ്പിച്ച്, എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച്, നല്ല വസ്ത്രവും ധരിപ്പിച്ച് വീടിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ആ പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കുകയാ. യുദ്ധം കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം വീടിനകത്ത് തയ്യാറാക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങളും സ്വഹാബത്തും വരുന്നത്. ജാബിർ തങ്ങളുടെ മക്കള് വിളിക്കുന്നു, ഉമ്മ. നബി തങ്ങളും സ്വഹാബത്തും വരുന്നുമ്മ. മക്കള് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനും വാപ്പയും വരുന്നുമ്മ. മക്കൾ ഇറങ്ങി ഓടുകയാണ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിക്കുകയാണ്. നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചടോ. എന്നിട്ടാ മക്കള് തിരയുകയാ, വാപ്പാനെ തിരയുകയാണ്. 3 മക്കളും വാപ്പാനെ തിരയുകയാണ്. നബി തങ്ങളുടെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ ഞങ്ങളുടെ വാപ്പയെ കാണാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് ജാബിർ തങ്ങളുടെ മകൻ ചോദിക്കുന്നു, നബിയേ, ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ?
അതാ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള് നബി തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് തന്റെ പിതാവിനെ ചോദിക്കുമ്പോ നബി തങ്ങൾ കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ 3 മക്കളെയും അങ്ങ് കെട്ടിപ്പിടിക്കുകയാ. മക്കളെയും ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ യതീമായ മക്കളുണ്ടല്ലോ, ആ മക്കളെ നബി തങ്ങൾ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, എന്റെ ജാബിറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ, എന്റെ ജാബിറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ. മത്സരമാടോ മത്സരമാടോ, ആ യതീമായ മക്കളെ ഒന്ന് ചുംബിക്കാൻ. ആ 3 മക്കളെയും പൊക്കിയെടുത്തിട്ട് അല്ലാഹുവേ സഹാബത്ത് ചുംബിക്കുകയാ. എന്തിനാണെന്നറിയോ? എന്തിനാണ് അവര് മത്സരിച്ചതെന്നറിയുമോ? എന്തിനാണ് അവര് മത്സരിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവനെ യതീംഖാനയിൽ 10-16 യതീമായ മക്കള് പഠിക്കുന്നുണ്ടല്ലോ. പാപം പൊറുക്കണോ പെങ്ങളെ, പാപം പൊറുക്കണോ ചെറുപ്പക്കാരാ. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനല്ലേ മോനെ, നിന്റെ പാപം പൊറുക്കാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെയോ? യതീമായ മക്കളുടെ തലയിൽ കൈവക്കാൻ പറ്റുമോ? യതീമായ മക്കളുടെ തലയിൽ നിനക്കൊന്ന് കൈവക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കല്ലേ, നാട്ടുകാര് കാണാറില്ല. അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് യതീമായ മക്കളുടെ തലയിൽ കൈവച്ച് തലോടിയാ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ? ആ യതീമായ കുട്ടിയുടെ എത്ര രോമമാണോ നിന്റെ കയ്യിൽ തൊടുന്നത്, അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, യതീമിന്റെ തലയിൽ കൈവച്ചിട്ടൊന്ന് തടകാൻ പറ്റുമോ? യതീമായ മക്കളെ കിട്ടുമ്പോ അവരുടെ തലയിലൊന്ന് കൈവച്ച് തലോടാൻ പറ്റുമോ? എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ നാട്ടുകാരോട് പറയുകയാ, വീട് തെരഞ്ഞു പോകണ്ടല്ലോ, യതീമായ മക്കളെ തെരഞ്ഞു പോകണ്ടല്ലോ. ഇവിടെയല്ലേ പഠിക്കുന്നത്, ഇവിടെയല്ലേ പഠിക്കുന്നത്. പാപം പൊറുക്കാനുള്ള വഴിയല്ലേ, പാപം പൊറുക്കാനുള്ള വഴിയല്ലേ. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള എളുപ്പ വഴിയാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിർത്തുകയാണ്. റജബ് മാസമാണ്, റജബ് മാസമാണ്. നോമ്പ് പിടിക്കാൻ മറക്കല്ലേ, നോമ്പ് പിടിക്കാൻ മറക്കല്ലേ. കഴിവിന്റെ പരമാവധി നോമ്പ് പിടിക്കണേ. ജാബിർ തങ്ങളുടെ ഭാര്യയോട് അതാ 19 വയസ്സുകാരി വീടിനകത്തിരുന്ന് കാണുകയാണ്. തന്റെ 3 മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നത് കണ്ടപ്പോ ആ മഹദിക്ക് മനസ്സിലായടോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ ജാബിർ ഷഹീദായി പെണ്ണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹീദായി എന്ന് പറയുമ്പോ എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. 19 വയസ്സുകാരി നിലവിളിക്കുമോ, പെടഞ്ഞ് താഴെ വീഴുമോ? എല്ലാവരും ആകാംക്ഷയോടുകൂടി നിൽക്കുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ അസ്മാ ബീവി അവിടുന്ന് നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു 19 വയസ്സുകാരിയുടെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് നിലവിളിക്കുകയല്ല, അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ. സീരിയലിന്റെ കഥയല്ല പെങ്ങള്, സിനിമാ കഥയല്ലടാ ചെറുപ്പക്കാരാ. അസ്മാ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. എന്തേ അസ്മാ, എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ജൗഫർ മരിച്ചത് നോമ്പുകാരൻ
ബ്രാഹ്മണനായിട്ടാണോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? മരിച്ചെന്ന് പറഞ്ഞപ്പോ നബി തങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്തേ 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 അസുമാ നീ അങ്ങനെ ചോദിച്ചത്? യാ റസൂലല്ലാഹ്, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജൗഫർ എന്റെ മടിത്തട്ടിൽ കിടക്കുകയാ. എന്നിട്ട് ജൗഫർ തന്റെ ഭാര്യയോട് പറഞ്ഞു, അസുമാ, എനിക്കൊരാഗ്രഹമുണ്ട് സുമാ, എനിക്കൊരു മോഹമുണ്ട് സുമാ, എപ്പോഴും നീ ദുആ ചെയ്യണേ, എപ്പോഴും നീ ദുആ ചെയ്യണേ. എന്തേ ജൗഫർ? അസുമാ എന്ന ഭാര്യയോട് പറയുകയാ, എനിക്കും മരിക്കുമ്പോ നോമ്പുകാരിയായിട്ട് മരിക്കണം, എനിക്കും മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് എനിക്ക് ആ നോമ്പ് മുറിക്കണം. ഇതെന്റെ ആഗ്രഹമാ. പെണ്ണ് ദുആ ചെയ്യുമോ? ദുആ ചെയ്യുമോ? അസ്മാ ബീവി പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാ. എങ്കിൽ ഇപ്പൊ ദുആ ചെയ്യ്, ഇപ്പൊ ഇവിടെ ഇരുന്ന് ദുആ ചെയ്യ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നോമ്പുകാരനായി മരിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുകയാ. അതുകൊണ്ടാണ് നബി തങ്ങളോട് ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാ. മരണത്തോട് മല്ലടിക്കുമ്പോ ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ്. കൈയില്ല, കാലില്ല, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ടിരുന്നപ്പോ മരണത്തിന്റെ വേളയിൽ ഒരു സഹാബിയോടുകയാണ്. ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ജൗഫർ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോ ജൗഫർ പറയുന്നു, വെള്ളം തരല്ലേ, എനിക്കിന്നു നോമ്പാ, എനിക്കിന്നു നോമ്പാ, എനിക്ക് വെള്ളം തരല്ലേ, എനിക്ക് മരിക്കേണ്ടത് നോമ്പുകാരനായിട്ടാണ്. ഇത് അല്ലാഹുവിന്റെ മുമ്പിൽ പോയിരുന്ന് മുറിക്കാനുള്ള നോമ്പാ. ഞാൻ എത്ര കിടന്ന് പിടഞ്ഞാൽ എനിക്ക് വെള്ളം തരല്ലേ. ഇതെന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് വാങ്ങിത്തന്ന സമ്മാനമാ. ഇതെന്റെ പാവപ്പെട്ടവരുടെ ദുആയാ. എന്റെ ഭാര്യ നിസ്കാരപ്പായിലിരുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിച്ചു തന്ന മരണമാ. അതുകൊണ്ട് എനിക്ക് വെള്ളം തരല്ലേ. പടച്ചവനെ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നോമ്പുകാരനായിട്ടാണ് ഷഹീദായത്. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? റഅയ്തു ജൗഫർ മലക്കൈനി യതീറു മഅൽ മലായിക. പെണ്ണേ അസുമാ, നിന്റെ ഭർത്താവ് പറക്കുന്നു. അസുമാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിന്റെ ഭർത്താവ് പറന്നു പോകുകയാണ്. ഞാനത് കണ്ടു എന്ന് നബി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, യതീമിനെ മറക്കല്ലേ, യതീമായ മക്കളുടെ തലയിൽ കൈവെക്കണേ, ഒന്ന് തലോടണേ. എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അല്ലാഹു അത്രയും പാപം പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുജൂദ് ചെയ്താൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം, നീ സുജൂദിൽ കിടക്കും തോറും നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം ഒരുപാടായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാ. അല്ലാഹു പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.